മെസ്സിക്കൊന്ന് നോക്ക് പോയിട്ട് പള്ളിയിൽ പോയി നോക്ക്. മാതാവ് പുഞ്ചിരിച്ചോണ്ടിരിക്കാല്ലേ ഉറുദു പള്ളിയിലെ മാതാവ്. സ്വർണ്ണ കിരീടം തന്നെയാണെന്ന് ഉറപ്പായില്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പോ എങ്ങനെയൊക്കെ താറടിക്കാൻ പറ്റി? അതൊക്കെ ഇടതുപക്ഷക്കാരൻ നിന്ന് ചെയ്തു. അതിനുള്ള മറുപടി കേരളത്തിലെ അതാണ് വിജയം. അപ്പൊ എല്ലാവരും മനസ്സിലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ജയിച്ചു എന്ന് പറയുന്ന ഒരു സന്തോഷം തന്നെയുള്ളൂ നമുക്ക്. അത്രയ്ക്കും തന്നെയുള്ളൂ ചരിത്ര വിജയമാണ്. സുരേഷ് ഗോപിക്ക് ഹൃദയം കൊണ്ട് തന്നു, എടുക്കേണ്ട ഒന്നില്ല. തൃശ്ശൂർ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാര് ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീടിവിടാന്തരം കയറി ഇറങ്ങുമ്പോൾ ജാതി മത ചിന്തകൾക്ക് അതീതമായി കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെ വോട്ടും സുരേഷ് ഗോപി പിടിക്കുകയുണ്ടായി. ആ ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ ബലിദാനികൾക്ക് ഒരു ബലിദാനികളെ ഒട്ടനവധി നേടിയെടുത്ത ആ അവർക്ക് അവരുടെ വിഷമങ്ങൾക്കും അവരുടെ പ്രതിസന്ധികൾക്കും ഒരു താങ്ങായി തണലായി സാധാരണക്കാരൻ്റെ വിജയമായി സുരേഷ് ഗോപിയുടെ വിജയം ഞങ്ങൾ സന്തോഷിക്കുന്നു. നല്ല രീതിയിൽ നമുക്ക് എന്നെ ഒന്ന് വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ആ ഒരു സംഭവം നല്ല രീതിയിൽ ആക്കിത്തരാം. ഇത്ര മാത്രം സുരേഷേട്ടൻ പറഞ്ഞു. അത് ജനങ്ങളുടെ മനസ്സിൽ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് മാത്രം തന്നെയാണ് നമുക്ക് ആ ഒരു രീതിയിൽ സുരേഷേട്ടന് ഇത്രയും കണ്ട രീതിയിൽ. നേരത്തെ നമ്മൾ കണ്ടു 16,000, അത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ട് 20,000, പിന്നെ 25,000, പിന്നെ 30,000, 35,000, 40,000, 45,000, ഏകദേശം 19,000 വോട്ടിന് ലീഡാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് അത്രയും നല്ലൊരു ഇതിൻ്റെ ഇടയിൽ കുറേ വിവാദങ്ങളുണ്ടായിരുന്നു. അതായത് തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ സ്വർണ്ണ വിഗ്രഹം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് തെറ്റാന്ന് പറഞ്ഞു. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മൾ എന്ത് കൊടുക്കണം നമ്മളല്ലേ തീരുമാനിക്കണേ? ഞാൻ എൻ്റെ ഇന്ന് എന്ത് വിഹിതം കൊടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കണേ, അല്ലാണ്ട് നിങ്ങളല്ലല്ലോ തീരുമാനിക്കണേ. ഞാൻ എത്ര കൊടുത്തിട്ടുണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കണേ, നിങ്ങളല്ലല്ലോ തീരുമാനിക്കണേ. അപ്പോൾ അത് കുറേ വിവാദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചേട്ടന് നേർച്ച കൊടുക്കുന്നുണ്ട്. ചേട്ടൻ എന്തൊരു നേർച്ച കൊടുത്തത് ഒരു 10 രൂപ കൊടുക്കുക. ഞാനൊന്ന് കൊടുക്കണമെങ്കിൽ ഞാനൊരു 100 രൂപ കൊടുക്കും. ചേട്ടൻ്റെ വരുമാനങ്ങളിൽ നിന്നാണ് ചേട്ടനത് കൊടുക്കണത്. എൻ്റെ വരുമാനങ്ങളിൽ നിന്ന് ഞാനത് കൊടുക്കണം. അത് ഈശ്വരൻ ചോദിക്കണില്ല. കാര്യമായിട്ടുള്ള മുന്നേറ്റം ഞങ്ങൾ ഓൾറെഡി പ്രതീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തികളാണ്. അത് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം പറയും 50,000 എത്തിയല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ നിങ്ങൾക്ക് എന്താ ജയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറയണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അത്രയും നല്ല രീതിയിലാണ് ആ ഒരു വോട്ടിംഗ് മേഖല മുന്നിട്ട് കയറ്റി നിർത്തിയത്. ഇനി വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ടിക്കറ്റുകൾ മൊത്തം ഫില്ലാവും. എവിടേക്കുള്ള ടിക്കറ്റ് എന്നറിയോ? എവിടേക്കുള്ളായിരിക്കും കൂടുതൽ? എവിടേക്കുള്ളായിരിക്കും? വന്ദേ ഭാരതിലായിരിക്കും ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ഫില്ലാവുക. അത് ഏക കൂടി ഒറ്റ ജില്ലയിലേക്ക് മാത്രമുള്ള ടിക്കറ്റുകൾ മാത്രമായിരിക്കും ഫില്ലാവുക. എല്ലാവർക്കും അറിയാം, കണ്ണൂർ എന്ന് പറയുന്നൊരു ജില്ലയിലേക്ക് ഇന്ന് ഇവിടെ നിന്ന് കുറേ ട്രെയിനിൽ ആൾക്കാർ പോകും. സാധാ ട്രെയിനുകളിൽ കിട്ടാനില്ലാന്ന്. സാധാരണ ഞാൻ ചോദിച്ചേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സാധാ ട്രെയിനുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇന്ത്യ മോനെ വന്ദേ ഭാരതൊക്കെ ഫില്ലായിന്ന്. കാരണം അപ്പോൾ അത്രയും നല്ല ഞങ്ങളിപ്പോൾ പറയുന്നത് ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. വെടിക്കെട്ട് മാത്രം, സാമ്പിൾ വെടിക്കെട്ട്. തൃശ്ശൂർ പൂരം കാണാൻ എടുക്കണമല്ലോ കേട്ടോ തൃശ്ശൂർക്കാർ. വരുംകാല ഇലക്ഷനിൽ ഇത് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. നമ്മുടെ മുരളിയേട്ടനോട് ഒരു കാര്യം പറയാനുള്ളൂ. ഭൂമി നമ്മൾ എന്തായാലും കറങ്ങുമെന്ന് മുരളിയേട്ടൻ മനസ്സിലാക്കുക. എപ്പോഴും ഒരു ലൈനിൽ തന്നെ ഭൂമി നിൽക്കില്ല. മുരളിയേട്ടൻ്റെ ആത്മവിശ്വാസം ഭയങ്കരമായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം 3ാം സ്ഥാനത്ത് ഇപ്പോൾ ഒരു ആത്മവിശ്വാസം നമുക്ക് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ സുരേഷേട്ടൻ ഈ തൃശ്ശൂർ പൂരത്തിന് തന്നെ കുറേ നമ്മളെല്ലാവരും അനുഭവിച്ചു. കാരണം നമ്മൾ ഈവനിങ് വന്നിട്ട് പോയത് പിറ്റേന്ന് രാവിലെ 8 മണിക്ക്. ഞങ്ങളെല്ലാം പോലീസുകാരുടെ അടിവരെ കൊണ്ടു. കാരണം കമ്മിറ്റി ഉണ്ടാക്കുന്നത്